ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉപേസ് പാണക്കാട്. സോ ഇന്നത്തെ വീഡിയോക്ക് ഞാനൊരു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ഒന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഒരു മാർക്കറ്റ് അനാലിസിസ് ഒന്നും നാളെ നാളെ നമ്മുടെ അല്ലെങ്കിൽ വരുന്ന ഒരാഴ്ചയിലേക്ക് നമുക്ക് ചെയ്യാനില്ല എന്നുള്ളതാണ് റിയാലിറ്റി. കാരണം ഇനി അങ്ങോട്ട് മാർക്കറ്റ് പോകാൻ പോകുന്നത് സെൻറ്റിമെൻറ്റ്സിൻ്റെ ബേസിലാണ് അല്ലെങ്കിൽ ന്യൂസിൻ്റെ ബേസിലാണ്. സോ ഇവിടെ മാർക്കറ്റ് പ്രത്യേകിച്ച് സപ്പോർട്ടിനെ റെസിസ്റ്റൻസിനൊന്നും കാത്തു നിൽക്കൊന്നുമില്ല, ഒന്നും റെസ്പെക്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. സോ അതിനെക്കുറിച്ചൊന്നും നമുക്ക് മേ ബി ലാസ്റ്റ് ഒരു 5 മിനിറ്റ് നാളെ നമ്മുടെ ട്രേഡ് പ്ലാൻ എന്തായിരിക്കണം എന്നുള്ളത് മേ ബി നമുക്ക് ചാർട്ടിൽ 5 മിനിറ്റിലേക്ക് നോക്കാം. ഞാൻ അതല്ലാതെ ബാക്കിയുള്ളതെല്ലാം തന്നെ നാളെ അല്ലെങ്കിൽ വരുന്ന ഒരാഴ്ച നമ്മളെ മാർക്കറ്റിൽ നിലനിർത്താൻ പോകുന്നത് നമ്മളുടെ സൈക്കോളജി മാത്രമാണെന്നുള്ളതാണ്, നമ്മളുടെ ഡിസിപ്ലിനായിട്ട് ഇരിക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവന്റ് ഡേയിൽ എങ്ങനെ നമ്മുടെ ട്രേഡിനെ പ്ലാൻ ചെയ്യാമെന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അറിയുന്നത് പോലെ ഞാനിപ്പോൾ നാട്ടിലുള്ളത്, ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ബാക്ക്ഗ്രൗണ്ട് മേ ബി നല്ല മഴയുണ്ട്, ഇടിയുടെ സൗണ്ട് വരുന്നുണ്ട്. സോ മേ ബി ഒരു വോയിസിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം. ആൻഡ് അഗെയിൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെയുള്ള കോഴിയുടെ സൗണ്ടും മേ ബി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കോഴിനെ ഞാൻ പിടിച്ച് കറി വെച്ചാലോ എന്നുള്ള രീതിക്കൊക്കെ ഞാൻ ചിന്തിച്ചു, ഞാനത് ആലോചിക്കുകയും ചെയ്തു. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളതല്ല തൊട്ടപ്പുറത്തെ വീട്ടിലാണ്. അപ്പോൾ പിന്നെ നമ്മൾ കറിയൊക്കെ വെച്ചിട്ട് കഴിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകും. പിന്നെ അത് വീട്ടുകാർ തമ്മിൽ വേണമല്ലോ തീർക്കാനായിട്ട്. അല്ലാണ്ട് ആ ഒരു കോഴീനെ രാത്രി പോയിട്ട് അതിനെ പിടിച്ചിറക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സംഭവമായിട്ടുള്ള കാര്യമൊന്നുമല്ല. സോ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ അതിനെ ഒന്ന് സ്കിപ്പ് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. ആൻഡ് അഗെയിൻ കോഴിയുടെ സൗണ്ടോ മേ ബി ഡിസ്റ്റർബൻസുള്ള സൗണ്ടുകൾ ഒന്ന് കേട്ടേക്കാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം നാട്ടിലാവുമ്പോൾ പറയാമല്ലോ ഇങ്ങനെയുള്ള പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴയുടെ സൗണ്ട് ഉണ്ട്, ഇടിയുടെ സൗണ്ട് ഉണ്ട്, അതിൻ്റെ ബാക്കിൽ വേറെയും നോയ്സുകൾ വന്നേക്കാം, എന്നാലും ക്ഷമിക്കുക. സോ നമ്മൾ ഡിസ്കഷനിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് തിങ്, ഇപ്പം നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ നാളെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് എക്സിറ്റ് പോളിൻ്റെ ഫലങ്ങൾ വെച്ചിട്ട് മാത്രമാണ്. എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് സാമ്പിൾസ് മാത്രം ശേഖരിച്ചുകൊണ്ടുള്ള ഒരു സംഗതിയാണ് എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ. അല്ലേ, എക്സിറ്റ് പോൾ നമുക്ക് ഒരിക്കലും നമുക്ക് എന്താവാൻ പറ്റില്ല, വിശ്വസിച്ചിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ എക്സിറ്റ് പോളിനെ പ്രോപ്പറായിട്ട് തറവായിട്ട് വാച്ച് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ആവാത്ത കാര്യം എന്താണെന്നറിയാം. തമിഴ്നാട്ടിൽ 30% വോട്ടൊക്കെ അല്ലെങ്കിൽ 34% വോട്ടൊക്കെയാണ് ആർക്ക് കാണിക്കുന്നത്, BJP കാണിക്കുന്നത്. നമുക്ക് തമിഴ്നാടിൻ്റെ തൊട്ടടുത്ത സ്റ്റേറ്റിലിരിക്കുന്ന നമുക്ക് നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ഷുവറായിട്ടും അറിയാവുന്ന കാര്യമാണ്. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, റിയാലിറ്റി ആയിട്ട് ഒരു ബന്ധം പോലും ഇതില്ല എന്നുള്ളത്. ബട്ട് ഇതിനെ മാർക്കറ്റ് നാളെ കാര്യത്തിലെടുത്ത് മാർക്കറ്റ് ബിഹേവ് ചെയ്തേക്കാം. മാർക്കറ്റ് മേ ബി ഓപ്പൺ ആവുന്നത് ഗ്യാപ്പ് അപ്പിലായിരിക്കാം. ഞാൻ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആവുന്ന കാര്യത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. അവിടെ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ പ്രീമിയത്തിൻ്റെ, അതായത് നമ്മുടെ ഓപ്ഷൻ ചെയിൻ വെച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ മാർക്കറ്റിൽ നാളെ ഉണ്ടാവുന്നത് എക്സിറ്റ് പോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാർക്കറ്റിൻ്റെ റാലി ആയിരിക്കാം. അത് എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഒരു പരിധിവരെ ന്യൂസുകാർ ചില ആംഗിളിൽ ലൈക്ക് ഇൻ ദ സെൻസ് കുറച്ച് ചെറിയ സാമ്പിൾസ് മാത്രം എടുത്തിട്ട് അത് വെച്ചിട്ട് കുറച്ച് ഇപ്പം നമ്മളൊരു 5 ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഓക്കെ, BJP തന്നെ ജയിക്കും എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. ഓഫ് കോഴ്സ് BJP തന്നെ ജയിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. സോ സീറ്റ് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ എക്സിറ്റ് പോൾ പറഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് സീറ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ലൈവ് മാർക്കറ്റിൽ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ലൈവ് മാർക്കറ്റിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ബട്ട് ഇന്ന് അല്ലെങ്കിൽ നമ്മൾ മൺഡേയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണോ എക്സ്പെക്ടേഷൻസ് അതാണ് നമ്മളുടെ എക്സിറ്റ് പോളിൽ കാണിക്കുന്നത്. ആരുടെ എക്സ്പെക്ടേഷൻസ്? അവർ ഡാറ്റാസ് കളക്ട് ചെയ്ത കുറച്ച് ആളുകളുടെ മാത്രം എക്സ്പെക്ടേഷൻസ് ആണ് മൺഡേ നമ്മൾ ലൈവ് മാർക്കറ്റിൽ കാണാൻ പോകുന്നത്. അത് തന്നെ ഇപ്പം നമ്മളെല്ലാവരും ഒരു നമ്പർ എടുത്തിട്ടുണ്ടാവും. മേ ബി ഒരു 500 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ആയേക്കാം. ലെറ്റ്സ് ഒരു 23,000 നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ഉണ്ടായേക്കാം. ഓറൽസ് ഒരു 50,000 എന്നുള്ള ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ഉണ്ടായേക്കാം. അല്ലെങ്കിൽ 51,000 ബാങ്ക് നിഫ്റ്റി എത്തിയേക്കാം. ഇങ്ങനെയുള്ള എക്സ്പെക്ടേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക. സോ ഇങ്ങനെ എത്തിയാൽ തന്നെ മാർക്കറ്റ് എങ്ങനെ എത്തുന്നു എന്നുള്ളതിനനുസരിച്ചാണ് കാര്യങ്ങൾ ഉണ്ടാവുക. 23,000 23,000 മാർക്കറ്റ് എത്തുമെന്നുള്ള പോയിന്റ് ഓഫ് വ്യൂവിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിലും ഇവിടെയും നിങ്ങൾ കോൾ ഓപ്ഷൻ ക്യാരി ഫോർവേഡ് ചെയ്ത് പോയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. കാരണം നമ്മൾ ഓപ്ഷൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് ഏകദേശം നിഫ്റ്റിയുടെ അറ്റ് ഏകദേശം കിടക്കുന്നത് 400+ പോയിന്റ്സിലാണ്. ഒരിക്കലും ഒരാൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല, 400+ പോയിന്റ്സുള്ള അറ്റ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പോകുന്നില്ല. അയാൾ 23,000 കോൾ ഓപ്ഷൻ ആയിരിക്കും ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 49,000 കിടക്കുന്ന ബാങ്ക് നിഫ്റ്റിനെ ഒരിക്കലും അറ്റ് 1,000+ പോയിന്റ്സ് ഉള്ള അറ്റ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പോകുന്നില്ല. അയാൾ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പോകുന്നത് ആരെയായിരിക്കും? 50,000 1000 പോയിന്റ് അപ്പുറത്തായിരിക്കും. സോ മാർക്കറ്റ് 2% അപ്പായിട്ട് ഓപ്പൺ ചെയ്താൽ മാത്രമേ, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ഉണ്ടായാൽ മാത്രമേ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി എന്താവുള്ളൂ? 50,000 എത്തുള്ളൂ. അല്ലേ, ഗ്യാപ്പ് അപ്പ്
2% ഉണ്ടാവണം. അപ്പം മാത്രമേ എന്താവുന്നുള്ളൂ, ബാങ്ക് നിഫ്റ്റി എവിടെ എത്തുന്നുള്ളൂ, 50,000 എത്തുന്നുള്ളൂ. അറ്റ് ദ സെയിം കേസ് 2% അടുത്ത് ഗ്യാപ്പ് അപ്പ് ഉണ്ടായാൽ മാത്രമേ നിഫ്റ്റി എന്താവുന്നുള്ളൂ, 23,000 എത്തുന്നുള്ളൂ. സോ ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള കോളിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുള്ള 23,000 എന്നുള്ള സ്ട്രൈക്കിൻ്റെ പ്രൈസ് 240 റുപ്പീസിൽ നിന്ന് 2% ഗ്യാപ്പ് അപ്പ് ഉണ്ടായാൽ മാത്രമേ 240 എന്നുള്ളത് 400 എത്താൻ പോകുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? 2% ഉണ്ടായിക്കഴിഞ്ഞാലും എത്താൻ സാധ്യത കുറവാണ്. 2+2 ഉണ്ടാവണം. ഇൻ ദ സെൻസ് 2.5 3% അങ്ങനെയൊക്കെ ഉണ്ടായാൽ മാത്രമേ നമ്മൾ എടുത്തിട്ട് പോകുന്ന ഈ ഒരു സ്ട്രൈക്കിൽ എന്തെങ്കിലും ഒരു ഹൈക്ക് ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ എടുത്ത് ലെറ്റ്സ് ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2% ആണ് ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 240 ഉള്ള ആ ഒരു സ്ട്രൈക്കിൻ്റെ പ്രൈസ് അപ്പോഴും ഉണ്ടാവാൻ പോകുന്നത് 250 or 260 മാക്സ് ടു മാക്സ് ഒരു 3% ഒക്കെ അപ്പായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ 300 പോയിന്റ്സേ ഉണ്ടാവുള്ളൂ. സോ ആ ഒരു സമയത്ത് എന്തായിട്ടുണ്ടാവും, ATM ആരെങ്കിലും ഒരാൾ ക്യാരി ഫോർവേഡ് ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് 400 നിന്ന് 600 700 മേ ബി എത്തിയിട്ടുണ്ടാവാം. ബട്ട് ATM യൂഷ്വലി ആരും എന്ത് ചെയ്യാറില്ല, ക്യാരി ഫോർവേഡ് ചെയ്ത് പോകാറില്ല. ലെറ്റ്സ് ഓപ്ഷൻ ബയേഴ്സ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഓപ്ഷൻ ബൈയിലേക്ക് ബിഗിനിങ് ആയിട്ടുള്ള ആളുകൾ ATM ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് പോകാറില്ല. സോ നിങ്ങൾ ഏതാണ് ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ളത് എന്ന് താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്താണ് നിങ്ങളുടെ ആ ഒരു സ്ട്രൈക്കിലുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്താണ് എന്നുള്ളതും ഒന്ന് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. സോ ഇത്രയും വലിയ ഗ്യാപ്പ് അപ്പുകൾ കിട്ടിയാൽ മാത്രമേ നമ്മൾ ക്യാരി ഫോർവേഡ് ആരെങ്കിലും ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് ഒരു ബെനിഫിഷ്യലായിട്ട് മാറുള്ളൂ എന്നുള്ളതാണ്. ഇനി ആരെങ്കിലും ക്യാരി ഫോർവേഡ് കൊണ്ട് ചെയ്ത് പോയിട്ടില്ല, ഞാൻ ഡേ ട്രേഡറാണ്, റിയൽ മാർക്കറ്റിൽ ഞാൻ നോക്കിക്കോളാം എന്നുള്ള വ്യൂവിൽ ആരെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരടുത്ത് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, മാർക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ആവുന്നതോടുകൂടി ചാടി കയറാൻ ശ്രമിക്കാണ്ടിരിക്കാം. മാർക്കറ്റ് റിട്രേസ് ചെയ്യും. ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഒരു ഇതും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ ഞാൻ പ്രീവിയസ്ലിയും പറഞ്ഞിട്ടുള്ളതാണ്, സിമ്പിളായിട്ട് ഒരു എന്താ പറയുക 20 പീരീഡ് മൂവിങ് ആവറേജിനെ വെറുതെ ചുമ്മാ പ്ലോട്ട് ചെയ്തിട്ടേരെ, 20 പീരീഡ് EMAനെ ചുമ്മാ ആഡ് ചെയ്തിട്ടേരെ, അതിൻ്റെ മുകളിൽ വന്നാൽ മാത്രമേ ഷോർട്ട് സൈഡിലേക്ക് പോവുകയുള്ളൂ നാളത്തെ ഒരു ദിവസം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുക. മിക്കവാറും കേസിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവും, 1-2 ക്യാൻഡിലൊന്ന് മുകളിലേക്ക് പോകും, അതിനുശേഷം ഒരു റിട്രേസ്മെൻറ്റ് വരും. ആ റിട്രേസ്മെൻറ്റിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പ്രീമിയം കണക്കൂട്ടിയില്ലേ, ആ പ്രീമിയം കയറാൻ പോകുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞ പ്രീമിയം ഉണ്ടല്ലോ, അഡ്ഡമണിയുടെ പ്രീമിയം ഉണ്ടല്ലോ, ലെറ്റ്സ് സേ 240 നിന്ന് ആ ഒരു പ്രീമിയം അഡ്ഡമണി ഞാൻ പറയുന്നത് നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അഡ്ഡമണി ആവുന്നത്. ലെറ്റ്സ് അസ്യൂം 23,000 നാളെ ഇപ്പം കിടക്കുന്നത് എവിടെയാണ്, OTMലാണ്. നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്തായി, അത് അഡ്ഡമണിയായി. ഇന്നത്തെ അഡ്ഡമണി എന്തായി, നാളത്തെ ITM ആയി. സോ ആ സമയത്ത് ഇന്നത്തെ ഞാൻ പറഞ്ഞ 440 പോയിന്റ്സ് ഉണ്ടല്ലോ, അത് 700 എത്തുമെന്ന് ഞാൻ പറയാൻ കാരണം എന്താണ്, അത് ITM ആവുന്നുണ്ട് അല്ലേ. സോ ഇന്നത്തെ OTM നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നാളെ ATM ആവുകയാണ്. അതിനുശേഷം അത് തിരിച്ചു വന്നിട്ട് വീണ്ടും അവിടുന്ന് കയറി പോവാണ്, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ റിട്രേസ്മെൻറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പ്രീമിയം ഷാർപ്പായിട്ട് അപ്പാവാൻ സാധ്യതയുണ്ട്. സോ റിട്രേസ്മെൻറ്റ് വന്നാൽ മാത്രം മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യുക. അതും നമ്മൾ ഈ പറഞ്ഞതുപോലെ 20 EMAയോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന 25 EMAയോ 30 EMAയോ ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ വന്നാൽ മാത്രം ഷോർട്ട് സൈഡിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ്. നാളെ എനിക്ക് പ്രത്യേകിച്ചുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ തിരക്കുകളോ കാര്യങ്ങളോ ആസ് ഓഫ് നോ കാണാൻ പറ്റുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഞാൻ എന്ത് വ്യൂ ആണോ കാണുന്നത്, എന്തായാലും ഞാൻ പറഞ്ഞുതരാം. താഴത്തേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർനൂൺ സെഷനിൽ മാത്രം, ഉച്ചയ്ക്ക് ശേഷം മാത്രം ഒരു 2 മണിക്കൊക്കെ ഉള്ളൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ ഞാൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിപ്പം എന്താ പറയുക, എക്സിറ്റ് പോളുകൾ എന്ത് തന്നെ പറഞ്ഞാലും ആളുകൾ, അതായത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് അറിയാം ഇത്രയൊന്നും സീറ്റുകൾ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, ആ ഒരു സിനാരിയോ ഒക്കെ മാറിയിട്ടുണ്ടെന്നുള്ളത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരി ഫോർവേഡ് നാളെ ചെയ്യുന്നതിന് പകരം ആളുകൾ ലൈവ് മാർക്കറ്റിൽ ഇലക്ഷൻ്റെ റിസൾട്ടിനെ ആഘോഷിക്കാനായിരിക്കും നോക്കുക, ആ ഒരു മൂവരെ ക്യാച്ച് ചെയ്യാനായിരിക്കും നോക്കുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇടുന്ന പ്ലോട്ട് ചെയ്യുന്ന EMAയുടെ താഴെയായിട്ടോ ഓർ എൽസ് നമ്മുടെ പ്രൈസ് ആക്ഷനിൽ വരുന്ന ആ റിവേഴ്സലോ ഒക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ആഫ്റ്റർനൂൺ സെഷനിൽ മാത്രം. ഞാൻ അപ്പം മാത്രമേ നോക്കുന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സമയത്ത് പറഞ്ഞത്. ഇനി അങ്ങനെ അല്ല എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ നമ്മുടെ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവാനും അറിയിക്കാനുമായിട്ട് ശ്രമിക്കും. നാളെ ആയിട്ടല്ല, വരുന്ന കുറച്ച് ദിവസങ്ങളായിട്ട്. കാരണം പ്രത്യേകിച്ച് തിരക്കുകളൊന്നും ആസ് ഓഫ് നോ കാണുന്നില്ല. ബട്ട് നാട്ടിൽ നിന്ന് പോരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ്. സോ പറഞ്ഞു വന്ന കേസ് എന്ന് വെച്ചാൽ ഡിസിപ്ലിൻ ആയിട്ടിരിക്കുക. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രീമിയം ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ പ്രീമിയം നമ്മളുടെ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള മൂവ് നമ്മളുടെ പ്രീമിയത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. IV സ്പൈക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ക്വാണ്ടിറ്റിനെയൊന്നും എടുക്കേണ്ട കാര്യമില്ല.
നിങ്ങൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്താൽ മതി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് എന്താണോ അത് തന്നെ കിട്ടും എന്നുള്ളതാണ്. സോ അതിന് മുമ്പ് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഡിസിപ്ലിൻ ആയിട്ടിരിക്കുക, SLനെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക, സിസ്റ്റം സ്റ്റോപ്പ് ലോസിനെ സെറ്റ് ചെയ്യാത്ത ഒരു പരിപാടിയിലേക്കും പോകാണ്ടിരിക്കുക, ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ റിയലിസ്റ്റിക്കലായിട്ടുള്ള ഗോളുകൾ മാത്രം സെറ്റ് ചെയ്യുക. അഗെയിൻ ഞാൻ പറയാണ്, റിയലിസ്റ്റിക്കലായിട്ടുള്ള ഗോളുകൾ മാത്രം ഞാൻ സെറ്റ് ചെയ്യാം. സെറ്റാണോ? കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എഗെയിൻ ഞാൻ പറയുന്നത്, റിയലിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സെറ്റ് ചെയ്യുക. നിങ്ങളുടെ പല ആളുകളും ഇപ്പം തന്നെ ചിന്തിക്കുന്നുണ്ടാവും, ഒരു എന്താ പറയുക, ഈ ഒരാഴ്ച ഒരു എന്താ പറയുക, പിന്നെ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി, ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി, നിഫ്റ്റിയുടെ എക്സ്പയറി, സെൻസെക്സിൻ്റെ എക്സ്പയറി, ഈ ഒരു 4-5 എക്സ്പയറി കൊണ്ട് കോടീശ്വരനാവാം, അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ലോസുകളെല്ലാം നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ടാവും. സോ അങ്ങനെയുള്ള ഗോളുകളൊന്നും സെറ്റ് ചെയ്യാണ്ടിരിക്കുക. റിയലിസ്റ്റിക്കലായിട്ടുള്ള പെർസെൻറ്റേജ് പ്രോഫിറ്റിനെ മാത്രം നോക്കുക. വൺസ് പ്രോഫിറ്റ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് വെക്കുക. കാരണം പ്രീമിയം ഹെവി ആയിട്ട് മൂവ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ എടുത്ത ഡയറക്ഷനിലേക്ക് തന്നെ നമ്മുടെ SL അടിച്ചിട്ട് പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസുകൾ വരാറ്, അല്ലേ? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ അക്കൗണ്ടുകൾ ക്ലോൺ ആവുന്നത് എപ്പോഴാണ്? ഇങ്ങനെയുള്ള സിനാരിയോസ് വരുമ്പോഴാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാണ്ടിരിക്കുക എന്നതാണ്. സോ പറഞ്ഞു വന്ന കേസ്, റിയലിസ്റ്റിക്കലായിട്ട് മാത്രം മാർക്കറ്റിനെ നോക്കിക്കാണുക. ഈ ഒരാഴ്ച കഴിഞ്ഞാലും മാർക്കറ്റ് ഇവിടെ തന്നെയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇവൻറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ടതില്ല. നിങ്ങൾക്കൊരു 300+ പോയിൻറ്റ്സ് പോകാനുള്ള ഒരു സ്പേസ് മാർക്കറ്റിൽ ഉണ്ടായാൽ മതി. സോ ഇവൻ്റ് ആണ്, ഇതുകൊണ്ട് മാത്രമേ ഞാൻ രക്ഷപ്പെടുള്ളൂ, ഇവൻ്റ് ഉള്ള സമയത്ത് മാത്രമേ ഓപ്ഷൻ ബയ്യർ രക്ഷപ്പെടുള്ളൂ, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. മാർക്കറ്റിൽ മൊമെൻറ്റം എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഉണ്ടാവാറുണ്ട്, എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവാറുണ്ട് 300-400 പോയിൻറ്റ്സിൻ്റെ. സോ ഇവൻ്റ് എന്ന് പറയുന്നത് ഒരു ബോണസാണ്. ബോണസ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ഓക്കെയാണ്. നമ്മളുടെ ട്രേഡ് സെറ്റപ്പിൽ വരുന്ന ട്രേഡ് ആണെങ്കിൽ മാത്രം എടുക്കുക. അല്ലാണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ഒരേ ഒരു ലക്ഷ്യം മാത്രം വെച്ചിട്ട് നാളെ അല്ലെങ്കിൽ വരുന്ന ഒരാഴ്ചയിലേക്ക് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാണ്ടിരിക്കുക. ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ആൻഡ് എഗെയിൻ ഞാൻ പറയുന്നത്, പ്ലീസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ലെറ്റ്സ് സേ ഇലക്ഷൻ ഡേയിൽ ട്രേഡ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് മക്കളെ ചുമ്മാ ഒരാഴ്ച ഇരുന്നിട്ട് മാർക്കറ്റിനൊന്ന് വാച്ച് ചെയ്യുക. നിങ്ങൾ ഡേ എൻഡിൽ പോയിട്ട് ഓപ്ഷൻസിൻ്റെ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര രസം ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് ആലോചിക്കും, ചേടാ ഞാൻ ഈ ഒരു പ്രീമിയത്തിൽ ഞാൻ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 400 കയറി അത് 700 എത്തിയല്ലോ. ആ 400 കയറി 700 എത്തുന്നതിന് മുമ്പ് ആ 400 അത് 350 അല്ലെങ്കിൽ 400 നിന്ന് മുകളിലേക്ക് പോയി 600 പോയിട്ട് അത് വീണ്ടും 400 ഒക്കെ വന്നിട്ടുണ്ടാവും. നിങ്ങൾ വിറച്ചിട്ടുണ്ടാവും, എല്ലാ പാർട്സും വിറച്ചിട്ടുണ്ടാവും. സോ ഇലക്ഷൻ ഡേയിൽ ട്രേഡ് ചെയ്ത് അനുഭവമുള്ള പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വിറച്ചിട്ടുണ്ടാവും 100%. കാരണം പ്രീമിയം അത്രയും വൈൽഡായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവും, അത്രയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്രീമിയത്തിലുണ്ടാവും. സോ നിങ്ങൾ പറയുന്ന അത്ര ഈസി ആയിട്ടോ സിമ്പിളായിട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വളരെ മിനിമം ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക. ആൻഡ് പ്രീവിയസ്ലി ഇവൻ്റ് ഡേയിനെ ട്രേഡ് ചെയ്ത് പരിചയമില്ല എന്നുണ്ടെങ്കിൽ ചുമ്മാ നോക്കിയിരുന്ന് പഠിക്കുക. മാർക്കറ്റിൽ എങ്ങനെയാണ് ഇവൻ്റ് ഡേയ്സിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കുക. മാർക്കറ്റിൽ വൺസ് മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യുക, ഒരുപാട് ഇങ്ങനെകളും അങ്ങനെകളൊക്കെ മാർക്കറ്റിൽ ഉണ്ടാവും. ഇതാണ് റിയൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആവില്ല മാർക്കറ്റ് നാളെ നടക്കാൻ പോകുന്നത്, അല്ലേ? സോ അവിടെ കൊണ്ടുപോയിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ലോസുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലാണ്ടായി പോകുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. നിങ്ങൾക്ക് അവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് മൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്താവുകയാണ്, നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലാണ്ടാവുകയാണ്. സോ ആ ഒരു പണിക്കൊന്നും പോകാണ്ടിരിക്കുക എന്നതാണ്. സോ ലെവലിലേക്കും കാര്യങ്ങളിലേക്കും ഒന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് എഗെയിൻ പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. 23,000 മാർക്കറ്റ് പോയാലും 50,000 മാർക്കറ്റ് പോയാലും ഞാൻ ഒരു 2% ഗ്യാപ്പ് അപ്പം മാത്രം വെച്ചിട്ടാണ് ഇപ്പോൾ പറയണേ. സോ അങ്ങനെ മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് ഹാസ് ടു റിട്രേസ് അല്ലെങ്കിൽ വെയിറ്റ് ഫോർ എ റിട്രേസ്മെൻറ്റ്. അതിനുശേഷം മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ, ഓക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇതിനകത്ത് നടന്നു, അല്ലേ? ഒരു റിട്രേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 50,000 എത്തിയിട്ട് മാർക്കറ്റ് എഗെയിൻ താഴത്തേക്ക് വന്നിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്തിട്ടുള്ള പോയിന്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ 48,650 എന്നുള്ള പോയിന്റ് ഉണ്ടല്ലോ, 48,650 തന്നെ ആ ഒരു റേഞ്ചിൽ വന്നിട്ട് അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രീവിയസ്ലി റെസിസ്റ്റൻസ് ആയിരുന്നു, ഇനി അത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാം. ചെറിയ റിയലിസ്റ്റിക്കലായിട്ടുള്ള നമുക്കൊരു സ്റ്റോപ്പ് ലോസ് കിട്ടുകയാണ്. സോ ഇങ്ങനെ ആയിരിക്കണം നാളത്തേക്കുള്ള നിങ്ങളുടെ ട്രേഡ് പ്ലാനുകൾ. സോ മാർക്കറ്റ് അനാലിസോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇവൻ്റ് ഡേയിൽ മാർക്കറ്റിനെ എങ്ങനെ നോക്കിക്കാണുന്നതാണ്. ഇവൻ്റ് ഡേയിൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് സസ്റ്റെയിൻ ആവണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഡിസിപ്ലിൻ ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്.
നിങ്ങൾ ഒരു ചെറിയൊരു ക്യാപിറ്റലിനെ നിങ്ങൾ അലോക്കേറ്റ് ചെയ്യുക നിങ്ങളുടെ നാളത്തെ ഒരു ട്രേഡിന് വേണ്ടിയിട്ട്. അതിനകത്ത് ഈ ഒരു ഫിക്സ്ഡ് ലോസിനെ മാത്രം നിങ്ങൾ എടുക്കുക. ആവശ്യമില്ലാത്ത എന്താ പറയുക പ്രീമിയത്തിലേക്ക് മാത്രം നോക്കിയിട്ട് പ്രീമിയം ഇവിടുന്ന് ഇത്ര വരെ പോയി എന്ന് പറഞ്ഞിട്ട് മാത്രം നിങ്ങളുടെ ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. കാരണം ഓപ്ഷൻസിൻ്റെ ചാർട്ടിൽ നടക്കുന്ന സംഗതികൾ വേറെ ആയിരിക്കാം, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കാം. നാളത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ IV ഒക്കെ ഭയങ്കരമായിട്ട് സ്പൈക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ്. ആൻഡ് പിന്നെ എന്താ പറയുക ടൈം വാല്യൂ ഓഫ് മണി ഓൾമോസ്റ്റ് എല്ലാത്തിലും തീർന്നിട്ടുണ്ടാവും. ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ തീരാനായിട്ടുണ്ടാവും. കാരണം 2 ദിവസം കഴിഞ്ഞാൽ എന്താണ് എക്സ്പയറി ആണ്. സോ ടൈം വാല്യൂ ഓഫ് മണി തീർന്നു അല്ലേ. ഇന്നലെ കഴിഞ്ഞ 2 ദിവസം ഓഫ് കൂടിയായിരുന്നു. സോ ടൈം വാല്യൂ ഓഫ് മണി തീർന്നു. സോ ഇനി ആഡ് ആവാൻ പോകുന്നത് എന്താണ്? ഗാമയാണ് ആൻഡ് പിന്നെ ഡെൽറ്റയാണ്. സോ മാർക്കറ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മാർക്കറ്റ് ഭും എന്ന് പറഞ്ഞാൽ താഴത്തേക്കും മുകളിലേക്കും പോയിക്കൊണ്ടിരിക്കും. സോ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SL എടുത്തുകൊണ്ട് പോകും, മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ അവസരം തരില്ല. അതിന് മുമ്പ് ആശാൻ താഴത്തേക്ക് തന്നെ വരികയും ചെയ്യും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊക്കെ മാർക്കറ്റിൽ നടക്കാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ നോക്കിയിരുന്ന് ഈ അഭ്യാസങ്ങളൊക്കെ കാണാം എന്നുള്ളതാണ്. സോ എഗെയിൻ വീണ്ടും ഞാൻ പറയാണ്, പുതിയൊരു ആളാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇതുവരെ ലൈക്ക് നമ്മുടെ ഇവൻ്റ് ഡേനെ ട്രേഡ് ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുക. ശ്രദ്ധിക്കുക, മാർക്കറ്റ് ഒരു ഇൻഡിക്കേറ്റേഴ്സിനെയോ അല്ലെങ്കിൽ ഒന്നിനെയും മാർക്കറ്റ് റെസ്പെക്ട് നാളെ ചെയ്യാൻ പോകുന്നില്ല. മാർക്കറ്റ് പ്യുവർലി പോകാൻ പോകുന്നത് ബേസ്ഡ് ഓൺ സെൻറ്റിമെൻറ്റ്സ് ആയിരിക്കും, ബേസ്ഡ് ഓൺ ന്യൂസ് ആയിരിക്കും എന്നുള്ളതാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ടെക്നിക്കൽ അനാലിസിസുകളൊന്നും വർക്കാവാനുള്ള സാധ്യതയില്ല ഈവൻ മാർക്കറ്റിൽ. സോ അതുകൊണ്ട് തന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ലോജിക്കലായിട്ടുള്ള ഒരു പിന്നെ പ്രോഫിറ്റിനെ സെറ്റ് ചെയ്തിട്ട് ആൻഡ് നിർബന്ധമായിട്ടും ഒരു ഫിക്സഡ് ലോസിനെ നിങ്ങൾ ക്യാപ്പ് ചെയ്തിട്ട് മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. സോ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഇത്രയും സമയം ഇരുന്നിട്ട് കഥ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. ബൈ.